ഗൈസ്, ദിസ് ഇസ് ഫ്രിയ. ഞാൻ കൊച്ചി ഐസർ കോളേജിലെ ഫസ്റ്റ് ഇയർ ബിടെക് CSE സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളെ നന്നായി പഠിപ്പിക്കും അല്ല, നമുക്ക് നല്ല കുറേ ഉപദേശങ്ങളൊക്കെ തരും. പക്ഷേ നമുക്ക് ലൈഫിൽ അറിയേണ്ട കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് സ്കൂളിൽ പറഞ്ഞുതരും, ടീച്ചേഴ്സ് പറയത്തും ഇല്ല. അതായത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ കോളേജ് എത്തിയപ്പോഴാണ്. കാരണം കോളേജ് എത്തിയപ്പോഴാണ് സ്കൂളിൽ പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അതെന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാർക്സിൻ്റെ കാര്യമാണ്. മാർക്സ് നമ്മളെ ഒരിക്കലും ഡിഫൈൻ ചെയ്യില്ല, അല്ലെങ്കിൽ മാർക്സ് അതൊരു ടെമ്പററി സാധനമാണ് എന്നെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പറയും ടെക്സ്റ്റ് ബുക്കാണ് എല്ലാം, ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, മാർക്സ് കിട്ടിയാൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. പക്ഷേ മാർക്സ് കൊണ്ട് മാത്രം നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാർക്സ് വേണം, പക്ഷേ അത്രയ്ക്ക് ലൈക്ക് നമ്മളെന്താ ഹൈ മേടിച്ചിട്ട് നമ്മുടെ സ്കിൽസ് കളയുന്ന രീതിയിലല്ല. നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ ജോലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ഇതില്ലാണ്ട് മാർക്സ് മാത്രം കിട്ടിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മാർക്സ് നമ്മളെ ഡിഫൈൻ ചെയ്യത്തില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, 11th 12th സ്ട്രീം എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ 10th കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല്. ഓക്കെ, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ പാഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഇന്ന നല്ല സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നോക്കാം. അപ്പം അതേതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീം എടുക്കുക. വെദർ ഇറ്റ് ബി സയൻസ്, ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അപ്പം അങ്ങനെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ, ഇപ്പം സ്കിൽ ഓർ പാഷൻ ഉള്ളവർക്ക്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ലൈക്ക് കമ്പ്യൂട്ടർ എനിക്കിഷ്ടമാണ്, എനിക്കതിൽ പാഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ടത്. സോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ അഫ്കോഴ്സ് സയൻസ് സ്ട്രീമിൽ വന്നല്ലോ, സയൻസ് തന്നെ എടുക്കണം. അപ്പം ഞാൻ അങ്ങനെ സയൻസ് എടുത്ത് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് ഒരു കോഡിങ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പക്ഷേ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈസിയായി. കോഡിങ് എന്താണെന്നുള്ളത് എനിക്ക് ഈസിയായി. ഇപ്പോൾ ലൈക്ക് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, എല്ലാവരും ഒരേപോലെയൊന്നും അല്ല. അതായത് ഇപ്പം നമ്മളൊരു കണക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മിസ്സ് പറയും, ഇവൻ ഫാസ്റ്റാണ് പക്ഷെ നീ സ്ലോ ആണ്, ബാക്കിയുള്ള പിള്ളേരുടെ ഒപ്പം നീ എത്തുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്ക് സാധാ സ്പീഡിൽ നിനക്ക് അത്രയും സ്പീഡ് പോലും ഇല്ല എന്നൊക്കെ ടീച്ചേഴ്സ് പറയും. പക്ഷേ ഒരിക്കലും ടീച്ചേഴ്സ് അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ പറയുകയാണ്, റിയാലിറ്റിയിൽ ആ ടീച്ചേഴ്സ് സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, പിന്നെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ കുറേയും കൂടി ആ കുട്ടീനെ അങ്ങനെ മുന്നോട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടില്ല, നമുക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്ട്സ് കാണും, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് അപ്പുറത്തെ കുട്ടിക്ക് പാടായിരിക്കും, അപ്പുറത്തെ കുട്ടിക്ക് പാടായിട്ടുള്ള സബ്ജക്ട്സ് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതായത് ഇപ്പം എനിക്ക് കണക്ക് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ തിയറി സബ്ജക്ട്സ് പഠിച്ചെടുക്കാൻ എനിക്ക് പാടാം. ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ 11th 12th കെമിസ്ട്രി ഭയങ്കര പാടാണ്, പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ഈസി ആയിരുന്നു, എപ്പോഴും മാർക്കുണ്ട് കമ്പ്യൂട്ടർ സയൻസിന്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പിന്നെ വേറൊരു കാര്യം കോളേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ബയോളജി പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് വന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം കോഡിങ് പിടികിട്ടില്ല, അവർക്ക് സമയം എടുക്കും. പക്ഷേ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അവർ നമ്മളെക്കാളും ഫാസ്റ്റ് ആവും. അതായത് നമ്മൾ 11th 12th ഞാനൊക്കെ 11th 12th കോഡിങ് പഠിച്ച് വന്നിട്ട് ആദ്യം ലൈക്ക് കോഡിങ്ങിൽ എക്സ്പെർട്ടാകുന്ന രീതിയിലായിരിക്കും കോളേജിൽ. പക്ഷേ ഇപ്പോൾ ബയോളജി പഠിച്ച പിള്ളേർക്ക് ഇപ്പോൾ ചിലപ്പോൾ കോഡിങ് അത്ര കിട്ടിയും വരില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നോട്ട് പോയാൽ അവർ മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തും. പിന്നെ കൺഫ്യൂഷൻ അടിക്കുക, അത് ഓക്കെയാണ്. കാരണം ടീനേജ് പ്രായത്തിൽ കൺഫ്യൂഷൻ നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു പാർട്ടാണ്. പ്രത്യേകിച്ച് സ്കൂൾ ടൈമിൽ ഇപ്പോൾ 10th കഴിഞ്ഞാൽ എന്തെടുക്കണമെന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും പാരൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു കോഴ്സോ ഒരു സ്ട്രീമോ എടുക്കരുത്. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഏത് കോഴ്സ് എടുക്കണം, ഏത് സ്ട്രീമെന്ന്, അത് നമ്മുടെ ഡിസിഷൻ ആയിരിക്കണം. ഇവൻ ദോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമുക്ക് ഏതെടുക്കണമെന്ന് അറിയില്ല എങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് ഈ പറഞ്ഞ കൗൺസിലേഴ്സിൻ്റെ, കരിയർ ഗൈഡൻസിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരൻസിൻ്റെ ഒക്കെ തന്നെ ഹെൽപ്പ് ചോദിക്കാം. പക്ഷെ എന്ന് വെച്ചാൽ അവർ ഡിസൈഡ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം കാര്യങ്ങൾ. അവരുടെ ഗൈഡൻസ് ഒക്കെ എടുക്കാം, എന്ത് കോഴ്സാണ് നമുക്ക് പറ്റണേന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അവരുടെ ഡിസിഷനിലായിരിക്കണം. കാരണം നാളെ നമ്മളാണ് ആ കോഴ്സ് പഠിക്കാൻ പോണത്. അപ്പം നമുക്കത് പഠിക്കാൻ പറ്റണം. കാരണം പാരൻസ് പറഞ്ഞു കേട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് അവസാനം നമുക്കത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് പണിയാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്നിട്ട് അതനുസരിച്ച് പഠിക്കാൻ പോവാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലൈക്ക് റേസ്,
ബാക്കിയുള്ള പിള്ളേരായിട്ട് കോമ്പറ്റീഷൻ റേസ് ചെയ്യുക, ഈ മാർക്സിൻ്റെ കാര്യത്തിൽ ടോപ്പേഴ്സായിട്ട് കമ്പയർ ചെയ്യുക, അവരായിട്ട് മത്സരിക്കുക. ശരിക്കും സ്കൂളിൽ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് റിയാലിറ്റി എന്ന് പറയുന്നത് അതല്ല. സ്കൂളിൽ പേരുണ്ടാക്കാൻ വേണ്ടി സ്കൂൾ അങ്ങനെ ഫോക്കസ് ചെയ്യും, പക്ഷെ റിയാലിറ്റിയിൽ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ പഠിത്തം കൊണ്ടുപോകണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ, ഇപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാട്ട്, ഡാൻസ്, ഇൻസ്ട്രുമെൻ്റ്, ഇതിലൊക്കെ കഴിവുണ്ടെങ്കിൽ അതും കൊണ്ടുപോകുക. കളി വേണം, അഫ്കോഴ്സ് നമുക്ക് സ്പോർട്സിലും എന്തെങ്കിലുമൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലും പോവാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ പഠിത്തം കൊണ്ടുപോകണം. എല്ലാം വേണം നമുക്ക്, പഠിത്തം മാത്രം പോരാ. പക്ഷേ സ്കൂളിനെ സംബന്ധിച്ച് ലൈക്ക് അവർക്ക് മാർക്സ് ആയിരിക്കും ഫോക്കസ്, അല്ലെങ്കിൽ റാങ്ക്, കമ്പാരിസൺ, ടോപ്പേഴ്സൊക്കെ ആയിരിക്കും. അത് അവരുടെ സ്കൂളിൽ പേരുണ്ടാക്കാനാണ്. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പറ്റീഷൻ അല്ല, ഒരു ജേണിയാണ്. നമുക്ക് സന്തോഷം എല്ലാം വേണം ലൈഫിൽ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുപോകണം, എന്നാൽ അതിൻ്റെ പഠിത്തവും കൊണ്ടുപോകണം. പിന്നെ ഫെയിലിയർ നോർമൽ. ഫെയിലിയർ ഒരു എല്ലാവരും വായിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ കുറേ സൂയിസൈഡ് കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അതായത് മാർക്ക് കുറഞ്ഞ് 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ തോറ്റ് അത് അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് പിന്നെ ജയിക്കാനുള്ളൊരു ഒരു ആവേശം വരും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജയിക്കാനുള്ള പടിയിലേക്ക് നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഇപ്പോൾ എൻ്റെ ലൈഫ് എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ 11th 12th മോഡൽ എക്സാംസ്, ടേം എക്സാംസ് എല്ലാം പൊട്ടി. എൻ്റെ 12th എല്ലാ മോഡൽ എക്സാംസും ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പൊട്ടി. അവസാനം ഞാൻ ലാസ്റ്റ് എക്സാം ആയപ്പോൾ കുത്തിയിരുന്ന് പഠിച്ച് 80% മേടിച്ചു CBSE ബോർഡ് എക്സാമിൽ 12th. അപ്പോൾ എന്നെ ഫെയിലിയറാണ് എൻ്റെ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എന്നെ സക്സസ്സിലേക്ക് എത്തിച്ചത്. ഞാൻ തോറ്റില്ലെങ്കിൽ ചിലപ്പോൾ അത്രയും മാർക്ക് എനിക്ക് കിട്ടൂലായിരുന്നു, ചിലപ്പോൾ വല്ല ആവറേജ് കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ തോറ്റത് കൊണ്ടാണ് എനിക്ക് അത്രയും ഒരു വലിയ സക്സസ് എനിക്ക് കിട്ടിയത് എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. നമുക്കിപ്പോൾ സ്ട്രെസ്സ്, അഫ്കോഴ്സ് നമുക്ക് 10th 12th പഠിക്കുന്ന പിള്ളേർക്ക് നമുക്കറിയാം സ്ട്രെസ്സ്, പ്രഷറും ബേൺ ഔട്ടും. എനിക്കും ഉണ്ടായിരുന്നു ഇത്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് ഇതുപോലെ 12th മോഡൽ എക്സാമിന് സ്ട്രെസ് വന്നപ്പോൾ ലൈക്ക് അവനെല്ലാം പഠിച്ചിട്ട് പോകണേ, പക്ഷെ മാർക്ക് കിട്ടുമ്പോൾ മാർക്കില്ല. കാരണം എന്താ? എക്സാം ഹോളിൽ നിൽക്കുമ്പോൾ അമ്മ മുന്നിൽ വന്ന് പറയുന്നു, ടീച്ചർ മുന്നിൽ വന്നിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അച്ഛൻ മുന്നിൽ വന്നിങ്ങനെ പറയുന്നു. അത് നമുക്ക് ആ കുട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സും പാരൻസും ആ കുട്ടീൻ്റെ പാരൻസ് ആ കുട്ടിക്ക് മാർക്കിന് വേണ്ടി നല്ലപോലെ പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടി എത്രമാത്രം നന്നായി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് ആ കുട്ടീൻ്റെ പാരൻസ് അറിയാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് മാർക്സ് കുറയുമ്പോൾ ആ കുട്ടീൻ്റെ പാരൻസ് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു, തല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ടീച്ചേഴ്സ് ലൈക്ക് ഓപ്പൺ ഹൗസിൽ വന്ന സമയത്ത് ആ കുട്ടീൻ്റെ ക്ലാസ് ടീച്ചർ ആ കുട്ടിയുടെ പാരൻറ്റിനോട് പറഞ്ഞു, നന്നായി പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പ്രോബ്ലംസ് ചെയ്ത് ആൻസേഴ്സ് കറക്റ്റായി പറയുന്നുണ്ട്, പക്ഷേ എക്സാം പേപ്പറിലൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ ചോദിച്ച് കൗൺസിലിംഗ് വല്ലതും കൊടുക്കണമെന്ന്. പിന്നെ അതെൻ്റെ ഫ്രണ്ടായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഇത് പറഞ്ഞു. ലൈക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ എല്ലാം മറന്നു, ബ്ലാങ്ക് ആവും, അമ്മ, ടീച്ചർ, അപ്പനൊക്കെ മുന്നിൽ നിൽക്കണ പോലെ തോന്നും, സംസാരിക്കണ പോലെ തോന്നും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. പലർക്കും ഇത് കാണുമായിരിക്കും, എനിക്കറിയില്ല. എനിക്കുണ്ടായിരുന്നു സ്ട്രെസ്സും ബേൺ ഔട്ടൊക്കെ. അതായത് എനിക്ക് കുറേ നാൾ ഞാൻ സ്കൂളിൽ പോകേണ്ട എനിക്കിങ്ങനെ റെക്കോർഡും മോഡൽ എക്സാമും പ്രോജക്റ്റും എല്ലാം കൂടി വന്നിട്ട് തലവരുത്തിട്ട് ഞാൻ ലീവ് എടുത്തിരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബോർഡ് എക്സാമിൻ്റെ സമയത്തും എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം സ്ട്രെസ് ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യും സ്ട്രെസ്സും പറഞ്ഞിട്ട് വന്നാൽ. ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ബോർഡ് എക്സാം ടൈമിൽ എനിക്ക് സ്ട്രെസ്സ് വന്നപ്പോൾ എനിക്ക് 2 weeks കൂടി പീരിയഡ്സ് ആയി. അത് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഭാഗം. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും പ്രഷറൊക്കെ നമ്മുടെ ശരീരത്തെയും എഫക്റ്റ് ചെയ്യും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല ടീച്ചറിന്. അതായത് ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഒരിക്കലും റിയാലിറ്റിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ആവില്ല വേണ്ട. നമ്മളായി തന്നെ ഇരിക്കുക, കൺസിസ്റ്റൻ്റ് ആവുക, അത്രയേ ഉള്ളൂ. മിസ്റ്റേക്സ് എല്ലാ സ്റ്റുഡൻസിനുണ്ടോ? മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റില്ല. കാരണം ആരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്സ് കാണും. അപ്പം നിങ്ങളിനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് ബാഡാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു കംപ്ലൈൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്കൊരു റിയലൈസേഷൻ തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കണത്. അപ്പോൾ
ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻസ് ഉണ്ടെങ്കിൽ അത് ഇടണം. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്ന ഉപദേശങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. ഓക്കെ, സോ താങ്ക് യു.